ആദ്യമായി ഈ ഗ്രന്ഥം രചിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ആ സാഹചര്യം ഒരുക്കിയവരിൽ 2-3 പേർ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഡോക്ടർ ജഗസ്വാമി, ശ്രീജയുണ്ട്, ശ്രീജ ഇരിപ്പുണ്ട് ഇവിടെ എടുത്തുകൊണ്ടായിരിക്കും. പിന്നെ ഈ വെള്ളം കൊണ്ടുവന്ന് എനിക്ക് തരുന്ന രഞ്ജിത്ത്, എൻ്റെ മകൻ്റെ പേരും അത് തന്നെയാണ്. ഡോക്ടർ ആനന്ദ് കുമാർ, അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആനന്ദക്കുട്ടൻ സാർ കോളേജിൽ അധ്യാപകനായി ചേർന്നപ്പോൾ ഞാൻ MA-ക്ക് അവിടെ പഠിക്കുകയാണ്. തിരുവനന്തപുരം കരുണാകരൻ, ONV കുറുപ്പ്, ഞങ്ങളൊക്കെ സംഘമായി. അന്ന് ഞങ്ങളുടെ ജൂനിയറായിരുന്ന ഒരാൾ ഇന്ന് ശാന്തിക നേരത്തിൽ വലിയ ചിത്രകാരനാണ്, രാമചന്ദ്രൻ. രാമചന്ദ്രൻ നല്ലപോലെ പാട്ട് പാടും, ക്ലാസിക്കൽ മ്യൂസിക്. രാമചന്ദ്രൻ ഒരു കോൺഫ്ലിക്റ്റിലായിരുന്നു, ഏതിൽ പോകണം, സംഗീതത്തിൽ പോകണോ ചിത്രകലയിൽ പോകണം. സംഗീതം വിസ്മൃതിയിലേക്ക് പോകും, കുറച്ച് കാലമൊക്കെ പിന്നെ റെക്കോർഡ് ചെയ്യാനും കേട്ടുള്ളൂ. പക്ഷേ ചിത്രകല അങ്ങനെയല്ല എന്ന് അദ്ദേഹം തന്നെ ചർച്ച ചെയ്യുന്ന എൻ്റെ മുറിയിരുന്നാണ്. അങ്ങനെ പലതിലും ഒരുപാട് പരിചയക്കാളയിൽ ഒരാളാണ് ഡോക്ടർ ആനന്ദ് കുമാർ. അദ്ദേഹത്തെ പല കാര്യത്തിലും ഞാൻ രോഗിയായി വരുമ്പോഴേക്ക് നോക്കുന്ന ഒരാൾ അദ്ദേഹമാണ്. അമൃത മെഡിക്കൽ കോളേജുമാണ്, അമൃത ആസ്പത്രിയുമാണ്. അങ്ങനെ കഴിയുന്നതിനിടയ്ക്കിലാണ് യാദൃച്ഛികമായി മോഹൻലാലിൻ്റെ കൂട്ടിലേക്ക് ഇയാളുടെ സംസാരം തിരിഞ്ഞത്. ആ യാദൃച്ഛികത മോഹൻലാലിൻ്റെ പലതരം പ്രവർത്തനങ്ങളിലേക്ക് മാറി. അദ്ദേഹം വെറും നടൻ മാത്രമല്ല, ജനസേവനമുണ്ട്. നിശബ്ദമായി പറയണമെന്നില്ല. ആദിവാസികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ പേര് ചേർത്ത ഒരു സ്ഥാപനം ഉണ്ടാക്കി വളരെ ഉദാരമായ സംഭാവന അദ്ദേഹം നൽകിപ്പോരുന്നുണ്ട്. ഔഷധം വാങ്ങിച്ചു കൊടുക്കും, മറ്റു പലതും. അത് അദ്ദേഹത്തിൻ്റെ ആരും അറിയണമെന്ന് അത് ആഗ്രഹിക്കാത്ത ഒരു വശമാണ്. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണ്. ഞാൻ പൂജിക്കുന്നത് ഇപ്പോഴും അങ്ങനെയുള്ളവരെയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകളാണ് ഷീബ അമീർ എന്ന് പേരറിഞ്ഞത്. ഒരു സ്വയംസമര സ്ഥാപനമുണ്ട്, സാന്ത്വനം. അത് ക്യാൻസർ രോഗബാധം ബാധിച്ച നിർധനരായ വ്യക്തികളുടെ കൂട്ടി, ഓട്ടോറിക്ഷക്കാരനായിരിക്കും, ഭാര്യ വീട്ടുവേലക്കാരി ജോലി ചെയ്യുന്നു. അതിനിടയിൽ അവരുടെ കുഞ്ഞിനെ ക്യാൻസർ രോഗം പിടിക്കുന്നു. ഇവിടെ കൊണ്ടുപോകും, നോക്കാൻ ആളില്ല. അത് ഷീബ ഏറ്റെടുത്തു. ഷീബയുടെ ഒരു മകൾ, ഒറ്റ മകൾ, ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചു. വീട്ടിൽ കിടന്ന് കരച്ചിൽ. ഷീബയുടെ പിതാവ് ഞാൻ കൂട്ടുകാരാണ്. റഹീം മനുഷ്യനായിരുന്നു, മതമല്ല, നല്ല മനുഷ്യനായിരുന്നു. ഷീബയെ ഞാൻ ചെന്ന് വിളിച്ചു, എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു, കെട്ടിപ്പിടിച്ച് കിടന്നു. ഷീബയുടെ ജീവിതം അർത്ഥമാക്കണം. മകൾക്ക് സംഭവിച്ച വിപത്ത് അനേകം രക്ഷകർത്താക്കൾ സംഭവിക്കുന്നുണ്ട്. ഷീബ ഏറ്റെടുക്കണം. അന്ന് ഷീബയ്ക്ക് ആ തുടങ്ങിയ സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചത് ഷീബയും ശ്രീജയെപ്പോലെ എൻ്റെ മോള് തന്നെയാണ്. എൻ്റെ മകളെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞാൻ ഇറക്കി വിടുന്നു. അവളുടെ ജീവിത പാതയിൽ ദൈവം പൂക്കൾ വിരിക്കട്ടെ എന്നാണ്. ശിവ ഒരുതരം കരക്കേറി വരുന്നുണ്ട്. അതുപോലെ കുറച്ചെങ്കിലും അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം, അതിൻ്റെ പ്രശസ്തിയുടെ പ്രകാശം, അതിൻ്റെ മധ്യത്തിലും ആരും അറിയാതെ, അതാണല്ലോ ബൈബിളിൽ പറയുന്നത്, വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുത്, ആ പുണ്യം നേടുന്ന ഒരു വ്യക്തി കൂടിയാണ്. കലാകാരന്മാർക്ക് പുണ്യം വേണമെന്നില്ല, പക്ഷേ നേടുന്നു എന്നത് അദ്ദേഹത്തെ വളരെ സമാദരണീയനാക്കുന്ന ഒരു വശമാണ്. അതും പലതരത്തിൽ എനിക്ക് അറിവ് കിട്ടിയ ഒന്നാണ്. അഭിനയ കലയിലും ഓരോ നടനും ഓരോ റേഞ്ചുണ്ട്. ഇപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള, ഞാൻ സാഹിത്യ വിദ്യാർത്ഥിയായതുകൊണ്ടാണ് സാഹിത്യ ഉദാഹരണം പറയുന്നത്, നോവലിസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം.
ജ്ഞാനപീഠ അവാർഡ് കിട്ടിയതിന് തെളിവൊന്നും അല്ലെങ്കിലും കിട്ടിയ നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, നല്ല ചെറുകഥ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ വിശകലനം ചെയ്യുന്ന കഥകൾ തൊട്ട് ഈ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പ്, മരണത്തിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് നിലനിൽക്കാൻ മനുഷ്യന് നിലനിൽപ്പുണ്ട്. വെള്ളപ്പൊക്കം എന്ന കഥയാണ്, ഒരു പക്ഷിയുടെ കഥയാണ്. പക്ഷേ ഒരു നോവൽ ഒരു നാടകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുന്നത് പൊട്ട നാടകം എന്നാണ്. നോവലിൽ ജയിക്കുന്ന തകഴിക്ക് നാടകത്തിൽ ജയിക്കാൻ സാധ്യമല്ല. ഓരോ എഴുത്തുകാരനും അവൻ്റെ പരിധിയുണ്ട്, റേഞ്ച് എന്ന് പറയും അതിന്. അതിലവന് എഴുതാൻ പറ്റുള്ളൂ. ചരിത്ര നോവൽ എഴുതുന്ന CV രാമപിള്ള അല്ലാത്ത നോവൽ എഴുതുമ്പോഴത്തേക്കും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ചന്തുമേനോന് എഴുതാൻ സാധിക്കില്ല. ജെയിൻ ഓസ്റ്റനോട് ഒരാൾ പറഞ്ഞു, ചരിത്ര നോവൽ ഇപ്പോൾ ഫാഷൻ അതാണ്, ഒരുപാട് പുസ്തകം വിറ്റഴിയും. ഒരു പ്രഭു കുടുംബത്തിൻ്റെ കഥയെടുത്ത് കൈ കൊടുത്തു. അവർ വായിച്ചെടുത്ത് തിരിച്ചുകൊണ്ടത് കൊടുത്തിട്ട് പറയും, ഞാൻ സാമൂഹ്യ നോവൽ എഴുതിയാൽ പ്രൈഡ് ആൻഡ് പീസസിൻ്റെ കർത്താവാണ്, ലോകത്തിൽ 10 നോവലുകളൊന്നാണത്. ജയിച്ചില്ലെന്ന് പറയാം, പക്ഷേ ഇതെഴുതാൻ പരാജയപ്പെടും തീർച്ചയാണ്. കാരണം ഇതെൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല. ഈ പരിധിക്ക് അതീതമായി ചിലർ എഴുതും. ഇപ്പോൾ JB പ്രീഷ്ലി നല്ല നാടകകൃത്താണ്, നല്ല നോവലിസ്റ്റാണ്, വളരെ ബൃഹത്തായ നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നല്ല വിമർശകനാണ്, നല്ല കഥാചരിത്രകാരനാണ്. ആർട്സ് ഓഫ് മാൻകൈൻഡ് ഞാൻ ഒരിക്കൽ ലൈബ്രറിയിൽ നിന്ന് വായിക്കുമ്പോൾ, ഞാൻ പഠിച്ചത് രാജവാഴ്ചക്കാലത്താണെന്ന് അറിയാമല്ലോ, CP രാമസ്വാമി അതിനകത്ത് വന്ന് ലൈബ്രറി പുസ്തകം എടുത്താൽ ശിവാജി 2 പേരോട്, അന്ന് ദിവാനാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ എന്നത് വാട്ട് യങ് മാൻ യു ആർ ഡീയിങ് ഇങ്ങനെ നോക്കിയിട്ട് ഇറ്റ്സ് എ ഗെയിം ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. എന്നെപ്പോലെ ഒരു കുട്ടി അത് വായിക്കുന്ന അദ്ദേഹം കരുതിയില്ലത്. പക്ഷെ അതിലും പ്രേക്ഷകർക്ക് സംഭാവനകൾ. ഏതാണ്ട് അതേ വ്യക്തിത്വത്തിൻ്റെ വിശാലത, അതിൻ്റെ ഒരു മൾട്ടി ഡയമെൻഷണൽ നേച്ചർ, എന്താ പറയുക, അനേകമായ വ്യക്തിത്വം, അത് മോഹൻലാലിൻ്റെ അഭിനയകലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോൾ സൂചിപ്പിച്ചു, നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ ഡേവിഡ് തോമസ് സൂചിപ്പിച്ചു, പുസ്തകത്തിൽ നിന്ന് വാങ്ങിച്ചു. അദ്ദേഹത്തിന് വില്ലനാകാൻ സാധിക്കും, അദ്ദേഹത്തിന് മന്ദബുദ്ധിയാകാൻ സാധിക്കും, അദ്ദേഹത്തിന് അതിബുദ്ധിമാനായ ചികിത്സ ശോഭനയൊക്കെ അഭിനയിച്ച ആളുടെ ഞാൻ വയസ്സൻ മറക്കും ചിലപ്പോഴൊക്കെ, അതിൽ ഒരു സൈക്യാട്രിസ്റ്റായിട്ട് അഭിനയിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് കഥകളി നടക്കാൻ കഴിയും. ഭരതനാട്യമോ അദ്ദേഹത്തിൻ്റെ ഈ ശരീരം കണ്ടാൽ ആർക്കും പറയാൻ പറ്റുമോ? പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭരതനാട്യം തന്നെയാണ്. അങ്ങനെ അനേക വേഷങ്ങളിലും അനേക ഭാവങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന അനേകമായ വ്യക്തിത്വത്തിൻ്റെ പാടവം തീർച്ചയായും അത്ഭുതകരമാണ്. അത് മറ്റാരും കാണിച്ചിട്ടില്ല. ഞാൻ നല്ല നടന്മാരെ കണ്ടിട്ടുണ്ട്. PK വിക്രമൻ നായർ ഭഗവതഭവനത്തിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹരിയായിട്ട് അഭിനയിക്കാൻ വളരെ പ്രയാസമുള്ള നാടകമാണത്. പക്ഷേ ഹരിച്ചേട്ടനായിട്ട് നടത്തുന്ന അഭിനയം. അദ്ദേഹത്തിന് അനിയൻ ഉണ്ടായിരുന്നു, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കും. വെറുതെ 2 പേരേ ഉള്ളൂ എങ്കിൽ കാണിക്കാൻ പറ്റും. ഒരാൾ തന്നെയാണ് നെടുമുടി വേണു. ഒടുവിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ പോയിട്ട്. അതിന് മുമ്പ് ഏത് ഭാഗം അഭിനയിക്കുന്നത് അസലായിട്ട് അഭിനയിച്ച് കാണിക്കുന്നതാണ് ഇത്. എന്നാലും നെടുമുടി വേണു എന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഏത് വേഷത്തിലും വളരെ ഭംഗിയായി തന്മയത്വപൂർണ്ണമായി അഭിനയിക്കുകയും അഭിനയത്തിൽ തന്നെ വിഭിന്ന ശൈലികൾ അവതരിപ്പിക്കുകയും ചെയ്യും. നിങ്ങളാരും കേട്ടുകാണില്ല, ഏലിയനേഷൻ എന്നൊരു വാക്കുണ്ട് നാടകകലയിൽ. അത് നിങ്ങൾക്ക് നിസ്സംഗമായി വികാരഭരിതമായ രംഗം കാണാൻ അവസരത്തിൽ അഭിനയിക്കും. ഞാൻ നടനാണ് എന്ന് മാത്രം നിങ്ങൾ അറിയിച്ചുകൊണ്ട്, ഇത് വേറെ വേഷം മാത്രമാണ്. അത് കാവാലം നാരായണ പണിക്കർ, ഞങ്ങൾ സഹപാഠികളും കൂട്ടുകാരുമായിരുന്നു, എന്നോടൊന്ന് പറഞ്ഞു, ഈ നാടകത്തിൽ മോഹൻലാൽ വളരെ ഏലിയനേഷൻ ഇഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അഭിനയിച്ചത്. അഭിനയത്തിൻ്റെ പല ഭാവങ്ങളുണ്ട്. ഇമാതിരി അനേകമായ വൈചിത്ര്യമാർന്ന ഭാഗങ്ങൾ
ഒരേ തന്മയത്വഭാവത്തോടുകൂടി അഭിനയിക്കുന്ന ഒരു നടൻ മലയാളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂട്ടി എൻ്റെ ശിഷ്യനാണ്, ഞാനോട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്, കൂടെ വിളിക്കുന്ന വ്യക്തിയുമാണ്, സംസാരിക്കുന്ന വ്യക്തിയാണ്, എന്നോട് വളരെ ഭാവം കാണിക്കുന്ന ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ ഇവരുടെ വളരെ അടുത്ത കൂട്ടുകാരുമാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം അതാണ്, എന്താണ് മമ്മൂട്ടിയായിട്ടുള്ള ബന്ധം? മറ്റൊരു മഹാനടനാണല്ലോ, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. മമ്മൂട്ടിയുടെ വീട്ടിൽ പോകും, ഇദ്ദേഹം ഭാര്യയും കൂടി, മമ്മൂട്ടിയും ഭാര്യയും കൂടി മോഹൻലാലിൻ്റെ വീട്ടിൽ വരും, അങ്ങനെയൊക്കെ വരും. സാധാരണ നമ്മുടെ ഈ പെരുന്തച്ഛൻ്റെ കഥയുണ്ടല്ലോ, പെരുന്തച്ഛൻ്റെ കഥ എന്ന് പറയുന്നത് കലാകാരൻ്റെ അസൂയാണ്. വലിയ എഴുത്തുകാരെ പോലെ അത് ബാധിക്കുന്നതാണ്. ടോൾസ്റ്റോയി, ഡോസ്റ്റോവ്സ്കി തുടങ്ങിയ വലിയ, എനിക്കവരുടെ ജീവിതം അറിയാം, വലിയ എഴുത്തുകാരെ പോലെ ഇത് ബാധിക്കുന്നു. പക്ഷേ അത് ബാധിക്കാതെ നിൽക്കുന്ന രണ്ട് മഹാനടന്മാർ, അതും അവരുടെ സ്വഭാവ ഗുണത്തിൻ്റെ തെളിവായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ എഴുതുന്നത് ഞാൻ ചുമ്മാ എഴുതുകയില്ല. അങ്ങനെ അസ്വാഭാവികമായതിനെ സ്വാഭാവികമാക്കുകയും സ്വാഭാവികമായതിനെ ആഴമുള്ളതാക്കുകയും ചെയ്യുന്ന ഒരു അഭിനയ സമ്പ്രദായം ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലകളിലും ഞാൻ ഇതിനുവേണ്ടി തന്നെ കണ്ടു. അത് കാണാൻ സാധിച്ച ഒന്ന് രഞ്ജിറ്റാണ്, നമ്മുടെ ജഗസ്വാമിയാണ്, പിന്നൊന്ന് ശ്രീജ ഇവിടെ ഉണ്ട്, ഇതായിരിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്, എൻ്റെ മകളെപ്പോലാണ്, ഷീബ മീറിനെ പോലെ തന്നെ. അത് വി.ആർ. കൃഷ്ണയ്യരാണ് ഏൽപ്പിച്ചത്. ഞാൻ എൻ്റെ കാലം കഴിഞ്ഞുവെന്ന് തോന്നുന്നു. ഞാൻ മരിച്ചാലും മാസ്റ്റർ ജീവിക്കുന്നതാണ്, എന്നെ മാസ്റ്റർ തന്നെ വിളിക്കുള്ളൂ. അതുകൊണ്ട് ഇതവളെ മകളായിട്ട് സ്വീകരിച്ചോളണം. അന്ന് ഞാൻ സ്വീകരിച്ചതാണ്. അപ്പം അങ്ങനെ പല സാഹചര്യങ്ങൾ ഇവിടെ വന്നു. എൻ്റെ ഇപ്പോൾ നമ്മുടെ ആനന്ദ് കുമാറും അദ്ദേഹം മറന്നിരിക്കും, എന്നോട് എഴുതണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് എഴുതേണ്ട ഒരു കൃതി. ഞങ്ങൾ ഒന്നിച്ച് നമ്മുടെ മോഹൻലാലിൻ്റെ മാതാവിനെ കാണാൻ പോയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അതേ സ്വഭാവ ഗുണം രൂപത്തിലും സ്വഭാവത്തിലും കാണിക്കുന്ന ഒരു എന്താണ് ഞാൻ പറയേണ്ടത്, ഒരു അഭിവന്യ മാതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് എനിക്ക് വയ്യുണ്ടായിരുന്നു, പക്ഷെ അത്ര അടുത്ത് പെരുമാറാൻ അവസരമുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അനേക സാഹചര്യങ്ങൾ ഒന്നു ചേർന്നപ്പോൾ എല്ലാറ്റിലും ഉപരിയായി 96 കഴിയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതണം എന്നുണ്ടെങ്കിൽ ഈ കൈകൾ, കോച്ചുന്ന കൈകൾ, അന്ധതയുടെ ദൃഷ്ടിയുള്ളത് ഡേവിഡ് തോമസ് വായിച്ചു. മറവി എൻ്റെ കഥയായി വീഴുന്ന എനിക്ക് തോന്നുന്നത്, മറ്റെല്ലാ പരാധീനതകളും അനുഭവിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതിയതിന് എന്തു പറയും നിങ്ങൾ? ജഗദീശ്വരൻ്റെ അനുഗ്രഹം, ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാ കാലത്തും ഒരു ജീവിതത്തിൽ കിട്ടുമെങ്കിൽ അതെനിക്ക് കിട്ടിയതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസം ഈ നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു ചെറിയ ഉപകരണമാണ്. ടാഗോറിൻ്റെ ടാഗോർ ഗീതാഞ്ജലി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ചെറിയ ഒരു വിലയില്ലാത്ത വസ്തുവാണ്, പക്ഷെ അങ്ങയുടെ കയ്യിലെടുത്ത് എന്നെ പല മാർഗങ്ങളിലൂടെ കൊണ്ടുപോയതിലൊന്ന് ഇതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആ ജഗദീശ്വര പാദങ്ങളിൽ എൻ്റെ നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ശ്രീ മോഹൻലാലിന് സർവ്വവിധമായ ഐശ്വര്യവും ഭാവിയും നേർന്നുകൊണ്ട് ഈ വാക്കുകൾ അത്യന്തം വിനയപൂർവ്വം അവസാനിപ്പിക്കുന്നു.